സിനിമയിൽ ഇതുപോലെ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അമ്മമാര് തന്നെ പെൺകുട്ടികളെ ഇതേപോലെ കാസ്റ്റിംഗ് കൗച്ചിലേക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. അമ്മയ്ക്കും കുഴപ്പമില്ല, മക്കൾക്കും കുഴപ്പമില്ല, എന്താ പറയാ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണും കുഴപ്പമില്ല, പിന്നെ നടുവിൽ നിൽക്കുന്ന നമുക്കാണോ കുഴപ്പം. പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആള് ചിലപ്പോൾ ഒരു സ്പേസിലെത്തും, ഒരു പ്രൈവറ്റ് സ്പേസിലെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുക. എൻ്റെ ഒരു ബ്രദർ എന്നെ കയറി പിടിക്കുമ്പോൾ ഞാൻ അയാളുടെ ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്, എന്താ ഇയാൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്റെ കൈയൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരാളോട് പൊന്തൂല. ഇതേപോലെ എന്റെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ള ഫീമെയിൽസും ഉണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് എന്താ പറയാ, ഒരു ഇന്ന ജെൻഡർ മാത്രമാണ് നമ്മളെടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കൺസെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കൺസെന്റ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല നമ്മളിപ്പോ ഇത് ഫിസിക്കൽ എന്നുള്ള കാര്യം ഇതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത്, മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന്. ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ. എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല. ബട്ട് കരിയർ വൈസ് വരുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ആങ്കർ എന്നുള്ള സാധനമാണ്. ഇങ്ങനെ 100 meters ഷൂട്ടുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലിരുന്നു. ലെറ്റ് ഷീ കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഫ്രണ്ടിൽ ആളിരുന്നില്ല, ഞാനിങ്ങനെ ഫോണിൽ കളിക്കും. അപ്പൊ നമുക്ക് ഒരാൾ ഡോർ തുറക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആളുടെ ക്യാരവാന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത്. ഞാൻ ഫോണിൽ കളിക്കുമ്പോൾ ആള് തുറന്ന് എന്നെ കണ്ട ഉടനെ ആള് വാതിലടച്ചു. നല്ല ക്ലാസ് ആയിട്ട് ഈ ഒരു ഫെയിം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഉർവശി ചേച്ചി ആണെങ്കിലും മഞ്ജു ചേച്ചി ആണെങ്കിലും ഒക്കെ ലാസ്റ്റ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് വളരെ പ്രശ്നമുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു, ഭയങ്കര ടോക്സിക്. ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു പ്രശ്നം വന്നപ്പോൾ എനിക്കത് എന്താ സംഭവം എന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു പ്രശ്നം വരുന്നു, ആള് പോകുന്നു, വേറെ റിലേഷൻഷിപ്പ് ആയിട്ടാണ് ആള് പോയതെന്ന് എനിക്ക് മനസ്സിലായി. ആളുടെ എക്സ് എന്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്. ആ കുട്ടിയെ കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ചിട്ട് വിളിച്ച് സംസാരിക്കാൻ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ അവരും ബ്രേക്കപ്പ് ആയി. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഓണമേളം 2024 സെലിബ്രേറ്റഡ് ബൈ ഹാർവിയോറ. ബി വിത്ത് രമ്യയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറും, നിങ്ങൾ എന്താ പറയുക, നമ്മുടെ മൈൽ സ്റ്റോണിൽ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഈ ഒരു വ്യക്തിയുടെ തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫാമിലി ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള മെറീന മൈക്കിളാണ് ഇന്ന് ബി വിത്ത് രമ്യയുടെ ആഴങ്ങളിലേക്ക് ഒരു യാത്രയിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഹായ് മെറീന. ഇന്നിപ്പം നല്ല ഇന്ന് അത്തമാണ്. ഇന്ന് മുതൽ 10 ദിവസത്തേക്ക് എല്ലാവരും അങ്ങോട്ട് ഓണത്തിന്റെ ഒരു മൂഡിലാണ്. എവിടെ നോക്കിയാലും തിക്കും തിരക്കും, ഓണത്തിന്റെ ഷോപ്പിങ്ങും, അങ്ങനെ ഫുൾ ഓണം മേളം തന്നെയാണ് എല്ലായിടത്തും, അല്ലേ? അപ്പൊ പിന്നെ നമ്മുടെ ഈ അത്തത്തിന്റെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള മെറീനെ മെറീന ഇല്ലാണ്ട് ഞങ്ങൾക്ക് എന്താ അത്ത ആഘോഷം? നമ്മൾ അങ്ങനെ ഒരു ഇതുമില്ല. മെറീന എന്തായി ഓണം എവിടം വരെയായി? ഓണം ഇങ്ങനെ സാധാരണ ഓണം പോലെ തന്നെ പോകുന്നു. പിന്നെ ഒരുപാട് പ്രത്യേകതകളൊന്നും പറയാനില്ല. പിന്നെ ഇത്തവണ വീട്ടിലായിരിക്കും വിശ്വസിക്കുന്നു. സാധാരണ നമ്മൾ എന്തെങ്കിലും വർക്ക് ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല വീട്ടിലാണോ അല്ലെങ്കിൽ ഇവിടെയാണോ ആഘോഷിക്കുക. ഞാൻ ബേസിക്കലി കോഴിക്കോടുകാരി ആയതുകൊണ്ട് നാട്ടിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മിക്കവാറും നാട്ടിലെ അമ്മയുടെ കൂടെ ഇപ്രാവശ്യത്തെ ഓണം തിരുവോണം ഉണ്ടാവും. സദ്യ ഒക്കെ കഴിക്കുക, അങ്ങനത്തെ ഒരു ശീലമൊക്കെ ഉണ്ടോ? ഉണ്ട്. സദ്യ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സദ്യ അങ്ങനെ കംപ്ലീറ്റ് സദ്യ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് എല്ലാത്തിനും നോൺ വെജ് വേണം. അപ്പൊ അതിനൊരു സദ്യ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. ചിക്കൻ കറി അങ്ങനെയാണോ? അതെ അതെ അതെ, ചിക്കനും കൂടെ വെക്കുന്നതുകൊണ്ട് നോൺ വെജ് സദ്യ. നോൺ വെജ് സദ്യ പ്രത്യേകിച്ചും വടക്കോട്ടൊക്കെ അങ്ങനെ ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും, അല്ലെ ചിലയിടത്ത് ചിക്കൻ. ഓരോ കണ്ണൂരും അങ്ങോട്ടൊക്കെ ഓരോ സ്ഥലത്ത് ഓരോരുത്തരുടെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇല്ല ഇല്ല ഇല്ല. ഞാൻ സദ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിക്കൻ കണ്ട എന്തോ പോലെയാ. സദ്യ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ സദ്യ. നമ്മുടെ ഇവിടെ ശീലം അങ്ങനെയാ കണ്ടിട്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഞാൻ തുടങ്ങിയപ്പോ തന്നെ മെറീന പറഞ്ഞില്ല എന്ത് പറ്റി ഞാൻ എയറിലാവോന്ന്. അത് പലതവണ മെറീനയുടെ പല ഇന്റർവ്യൂസിലും വന്നിട്ടും എയറിലായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇന്നും ഇപ്പൊ വരുമ്പോഴും ആ ഒരു ഫിയർ ഉള്ളില് എന്തുകൊണ്ടായിരിക്കും? ചേച്ചി എയറിലായിരുന്നില്ലേ? ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടൊന്ന് കേറി വന്നെന്ന് തോന്നുന്നുണ്ട്. എന്ത് തോന്നുന്നു? എനിക്ക് സത്യം പറഞ്ഞ പേഴ്സണലി ഇപ്പൊ ഞാൻ എയറിലാകുമ്പോ ഉള്ള ഒരു ഫീലിംഗ് എനിക്കറിയാം. ലൈക് മോസ്റ്റ്ലി ഞാനത് കാണും, അങ്ങനെ ഉണ്ടല്ലോ, ഓക്കെ പറഞ്ഞതിനെ പറ്റിയിട്ടല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ വേറൊരു ആളുടെ പെർസ്പെക്ടീവ് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ വന്നപ്പോ തന്നെ പ്രൊഡ്യൂസറെ അടുത്ത് ചോദിച്ചു, പ്രോഗ്രാം പ്രൊഡ്യൂസർ അടുത്ത്, ഹൗ ഇസ് ഷീ ഡൂയിങ്, ലൈക് എന്താ ഫീൽ ചെയ്യുന്നത്, വാട്ട് യു ഫീൽ ബീയിങ് ഓൺ എയർ?
എന്നോടാണോ ചെയ്ത്? ഇത് നല്ല രസമായി. ഞാൻ അങ്ങോട്ട് കുറെ ചോദ്യങ്ങളായിട്ട് വന്ന് നിൽക്കുമ്പോൾ തിരിച്ചെങ്ങോട്ട്. എനിക്കതൊന്നും ഐ മീൻ എനിക്കതൊന്നുമില്ല. ആൾക്കാർ ഇതിങ്ങനെ പറയും. പിന്നെ എല്ലാം എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്താ പറയാ എല്ലാവരും ഒരേ കാഴ്ചപ്പാടിൽ കാണണം എന്നില്ല. ഇപ്പൊ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ. ഒബ്വിയസ്ലി നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല. അപ്പോ ഒരു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതുണ്ടാവും. പിന്നെ എനിക്ക് ആക്ച്വലി എന്തുകൊണ്ടാ ഈ എയറിലാവുന്നത്, നമ്മൾ ശരിക്കും തുറന്നു പറയുന്നത് കൊണ്ടാണോ? ചിലപ്പോൾ നമ്മൾ തുറന്നു പറയുന്നത് ജെനുവിൻ ആയിട്ട് പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഈ പറയുന്ന പോലെ എയറിലേക്ക് വിടാനും അമ്മാനാട്ടാനും അവർക്ക് വേറെ ഒരു ജസ്റ്റിഫിക്കേഷനും ജഡ്ജ്മെന്റ് ഒക്കെ ആയിരിക്കും മറ്റുള്ളവർക്ക്. ഇപ്പൊ മെറീനയും എനിക്ക് തോന്നുന്നു, ജെറീനയുടെ ഞാൻ വേറെ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ മെറീനയ്ക്ക് സത്യമെന്ന് തോന്നുന്നതും മെറീനയ്ക്ക് ശരിയെന്ന് തോന്നുന്നതും ഒബ്വിയസ്ലി മെറീനോട് ചോദിച്ചാൽ മെറീനയുടെ കാഴ്ചപ്പാടിലല്ലേ കാര്യങ്ങൾ ആൻസർ ചെയ്യുള്ളൂ. ഈ കാണുന്നവരും ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരും അവരുടേതിനകത്താണ് തിങ്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്നോ മറ്റുള്ളവരുടെ ഷൂവിൽ നിന്ന് തിങ്ക് ചെയ്യാൻ ഒരിക്കലും ഈ പറയുന്ന ആൾക്കാർ ആരും തന്നെ റെഡിയല്ല. അവരുടേതായിട്ടുള്ള പാറ്റേണിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് മെറീന ഇങ്ങനെ എന്തിനു പറഞ്ഞു, ഇല്ലെങ്കിൽ ഇങ്ങനെ എന്ത് പറഞ്ഞു, ഇങ്ങനെയായിരിക്കും അവരെപ്പോഴും മറു ചോദ്യങ്ങളുമായിട്ട് നിൽക്കാറുണ്ടാവുക അല്ലേ? അപ്പോ നമുക്കത് വേണ്ട. നമുക്ക് നമ്മുടേതായിട്ട് തന്നെ ജസ്റ്റ് ബി വിത്ത് രമ്യയിലെ നമുക്ക് മെറീനേതായിട്ടുള്ളതിന് ഒപ്പീനിയൻ വീണ്ടും അങ്ങനെ തന്നെ പറയൂ. ഓക്കെ, നമുക്കതൊന്നും അല്ല ഞാൻ എനിക്കങ്ങനെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. ലൈക്ക് എങ്ങനെയാണ് അത് ലൈക്ക് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യണമെന്നുള്ളത്. ബിക്കോസ് ഞാനൊക്കെ ഈ പറഞ്ഞ പോലത്തെ സെയിം പാറ്റേൺ തന്നെ അവോയ്ഡ് ചെയ്യും. ബിക്കോസ് അത് കുറച്ച് ടോക്സിക് ആയതുകൊണ്ട് നമ്മൾ ആ സൈഡ് നോക്കാതിരിക്കും. അതെ, നമ്മളെ വെറുതെ അത് നോക്കി നമ്മള് വിഷമിക്കുക, നമ്മൾ ഇതാവുക എന്നൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ എന്റെ ചേച്ചി പറഞ്ഞ പോലെ ഈ റീസെന്റ് ഇന്റർവ്യൂസ് തന്നെ വന്നത് കുറെ കാര്യങ്ങൾ ഫാക്ടുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എടുത്തിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. അതിനെ പറ്റിയിട്ട് ഒരു എന്താ പറയാ ഓപ്പോസിറ്റ് ഡിസ്കഷൻ കുറച്ച് കൂടുതൽ വരുന്ന കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈക്വാലിറ്റി പരമായിട്ടുള്ള കാര്യമാണ് വാഷ്റൂമിന്റെ ഒക്കെ കേസ്. അപ്പൊ അതിനൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ജെൻഡർ നോക്കിയിട്ടല്ല അത് പറഞ്ഞത്. പക്ഷെ അതൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് അതൊരു ഭയങ്കര എന്താ പറയാ അതൊക്കെ എന്തിനാ, കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മളാകുമ്പോൾ നമ്മളല്ലേ അത് പറയേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും വൈറലായിട്ടുള്ളത്. ഓക്കെ, അല്ല അത് നമ്മള് ഇതിനു മുമ്പേ പക്ഷെ അത് ഇപ്പോഴെന്നല്ലാണ്ട് പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലങ്ങളിൽ മെറീന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതിന് എന്തെങ്കിലും ഇപ്പൊ ഈ പറയുന്ന വാഷ്റൂമിന്റെ ഈ ഫെസിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും പറഞ്ഞപ്പോൾ അതിനവിടെ ഒരു സൊല്യൂഷൻ ലഭിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് എന്ത് എക്സ്പീരിയൻസസ് ആണെങ്കിലും ഈവൻ ഇപ്പം നമുക്ക് ഇന്ന ഒരു കാര്യം എന്ന് പറയാനില്ല. എനിക്കിപ്പം എന്താ പറയാ ഇത് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ചെടുത്ത് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ആയിരിക്കണം എന്നുള്ള ഇല്ല ബാക്കിയുള്ള ആളുകൾ. അത് കോമൺ ആയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇൻഡസ്ട്രിക്ക് പുറത്താണെങ്കിലും. അപ്പൊ ഇപ്പോഴാണെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയിലെ കാര്യം തന്നെ സംസാരിക്കുമ്പോഴും ജെൻഡർ ഇനീക്വാലിറ്റി അപ്പം അതും ശരിക്കും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഈ എന്താ പറയാ മെയിൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മെയിൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ ഫീമെയിൽസിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽസിന്റെ അടുത്തൊന്നും എനിക്ക് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ആണുങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മാന്യമായിട്ട് പെരുമാറിയിട്ടുള്ള അത്രയും സ്നേഹത്തോടെ പെരുമാറി ഏട്ടന്മാരെ പോലെ കരുതുന്ന ആളുകളും ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അപ്പൊ എനിക്ക് സ്ഥിരമായിട്ട് വർക്ക് തന്നുകൊണ്ടിരുന്നപ്പോ ജയശീലൻ ചേട്ടൻ എന്ന് പറയുന്നത്, ഞാൻ പേരെടുത്ത് പറയുന്നത് ആ വ്യക്തി എന്നെ അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളിയൊക്കെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഞാനൊരു 3-4 പടം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും പക്കാപക്കയായിരുന്നു. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈവൻ ഞാനിപ്പോ ഒരു അസിസ്റ്റന്റിനെ കൂട്ടാതെ വരെ പോയാലും എനിക്കറിയാം ഞാൻ അവിടെ സേഫ് ആണെന്നുള്ളത്. ലൈക്ക് അങ്ങനെ ഉറപ്പും വിശ്വാസവും ഉള്ള ആളുകളും ഉണ്ട്. പ്ലസ് ഇതേപോലെ എന്റെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ള ഫീമെയിൽസും ഉണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് എന്താ പറയാ ഒരു ഇന്ന ജെൻഡർ മാത്രമാണ് നമ്മളെടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് നമ്മൾ എപ്പോഴും നെഗറ്റീവ് സാധനങ്ങൾ മാത്രമാണല്ലോ സ്പ്രെഡ് ചെയ്യുക. കൂടുതലും ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. പോസിറ്റീവ് ചെയ്യുന്ന ആൾക്കാർ ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പൊ തന്നെ ഈ ഒരു വിഷയങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക്, അതായത് പേഴ്സണലി എന്നോടൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണം, ഒന്ന് സംസാരിക്കണം, കാരണം ഞങ്ങളൊക്കെ എത്ര മാന്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ എയറിലായിരിക്കും, ഞാൻ ഈ ആളെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ ജെൻഡർ അതായത് മെയിലിനെ മാത്രമാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് വരും. അങ്ങനെയല്ലല്ലോ, രണ്ടും എക്സ്പീരിയൻസസും എനിക്കുണ്ടായിട്ടുണ്ട്. ടു ബി വെരി ഫ്രാങ്ക്, അതെനിക്ക് തോന്നുന്നു ഓരോ പൊസിഷൻ അനുസരിച്ച്, അതായത് നമ്മൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത്, നമ്മുടെ കരിയറിന്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട്, നമ്മൾ ആൾക്കാരോട് പെരുമാറുന്ന രീതി എങ്ങനെ, ആ രീതിയിലൊക്കെ ആയിരിക്കും ഇതിന് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അല്ലാതെ സ്ത്രീകളെ മാത്രം അടിച്ചമർത്തുക എന്നുള്ളത് അങ്ങനെ കംപ്ലീറ്റ്ലി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ലൈക്ക്
പിന്നെ അവനവന് വേണമെങ്കിൽ അവനവൻ സംസാരിക്കണം അല്ലെ. അതെ അതെ എനിക്ക് വേണമെങ്കിൽ ഞാനാണ് സംസാരിക്കേണ്ടത്. എനിക്ക് വേണ്ടി വേറെ ആള് സംസാരിച്ചാൽ ആദ്യം ആ പേഴ്സൺ ചോദിക്കുന്നതായിരിക്കും മറ്റേ ആൾക്ക് എന്താ സംസാരിച്ചൂടെ. അപ്പൊ അയാൾക്ക് വേണ്ടെങ്കിൽ ഇപ്പം എന്റെ ഒരു സുഹൃത്ത്, ഞാൻ പേരെടുത്ത് തന്നെ പറയാം, ശ്രുതി ഒരു ഇന്റർവ്യൂല്, ശ്രുതി രജനീകാന്ത്, ഷീ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂല് ഓപ്പൺ അപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ ഇതുപോലെ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അമ്മമാര് തന്നെ പെൺകുട്ടികളെ ഇതേപോലെ കാസ്റ്റിംഗ് കൗച്ചിലേക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. അമ്മയ്ക്കും കുഴപ്പമില്ല, മക്കൾക്കും കുഴപ്പമില്ല, ആ എന്താ പറയാ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണും കുഴപ്പമില്ല, പിന്നെ നടുവിൽ നിൽക്കുന്ന നമുക്കാണോ കുഴപ്പം എന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളു. അപ്പൊ ദാറ്റ് ഇസ് വെരി ട്രൂ. ലൈക്ക് ഇവർക്കൊന്നും കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിൽ സംസാരിക്കുമ്പോൾ നമ്മൾക്കാണ് പ്രശ്നം. അതെ. സോ അങ്ങനെയും സംസാരിക്കാണ്ടിരിക്കുന്ന കുറെ ആൾക്കാരും ഉണ്ട്. വില്ലിംഗ്ലി പോകുന്നതും നമ്മള് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസിനകത്തും നമ്മുടെ ഇൻഡസ്ട്രിയിലും നമ്മൾ അതിന്റെ ഒരു ഭാഗമാണെങ്കിൽ നമുക്കറിയാം ദീസ് തിങ്സ് ആർ, അത് വളരെ ഇതാണ്. വില്ലിംഗ് ആയിട്ട് പോണ പല കേസസും ഉണ്ടാവും. നമ്മളെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് നമ്മൾ സിറ്റുവേഷൻസ് ഡിമാൻഡ് ചെയ്തും നമ്മൾക്ക് ഇഷ്ടമില്ലാണ്ട് പോണതും അങ്ങനെയുള്ളത് മാത്രമാണ് ഇപ്പൊ പുറത്തേക്ക് വന്നതും. കൺസെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കൺസെന്റ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല നമ്മളിപ്പോ ഇത് ഫിസിക്കൽ എന്നുള്ള കാര്യം ഇതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു, ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു. 2 തവണ 3 തവണ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം, അറിയാലോ, കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മൾ അതിൽ ഗസ്റ്റ് ആണല്ലോ. 2 തവണ 3 തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് 3-ാമത്തെ തവണ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്ക് നാണക്കേടാ. ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ അടുത്തും അവരും മെനക്കെടുവല്ലേ. അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനും കാട്ടി കൂടുതൽ ആ ടീമിന് അത് നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു. ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ചേഞ്ച് ആയി. അപ്പോൾ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് അറിയില്ലായിരുന്നു. ലൈക്ക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത്, മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന്. ലൈക്ക് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പുള്ളിക്കാർക്ക് താല്പര്യമില്ല. അപ്പൊ പുള്ളിക്കാരി ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ. പുള്ളിക്കാരി ഇപ്പൊ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതൊരു തൊഴിൽ, എന്താ പറയാ, എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യമല്ലേ. കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി. അപ്പൊ അതും നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെയല്ലേ. പിന്നീട് എനിക്ക് ഐ എം റിയലി താങ്ക്ഫുൾ. എല്ലാവരുടെ അടുത്തും എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ്. ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഐ ഹാവ് ദിസ് കർട്ടസി, താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും. അത് എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരിക്കലും അതിന്റെ എക്സ്പ്ലനേഷനും വേണ്ടി നോക്കിയിട്ടില്ലേ. ബട്ട് ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ. എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ബട്ട് കരിയർ വൈസ് വരുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ആങ്കർ എന്നുള്ള സാധനമാണ്. ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കറുമാണ്. അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ്. അവർക്കും അറിയാം ഈ ഒരു ഇൻസിഡന്റ്, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് അതൊക്കെ പുതിയ കാര്യമാണ്. അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ്. ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്നുള്ളൊരു ഇതെന്താ ഇത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ്. അത് എന്നോട് ചെയ്തത് ഒരു ഫീമെയിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിം കാറിൽ കയറാൻ സമ്മതിക്കില്ല. അതൊക്കെ ഫീമെയിലാണ്, മെയിലല്ല. ഫീമെയിൽ ആൾക്കാരാണ് ചെയ്യണത്. അപ്പൊ അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസസ് നമുക്കുണ്ട്. പക്ഷെ ഇത് എനിക്ക് മാത്രമായിരിക്കില്ല. ലൈക്ക് വേറെ 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 ആൾക്കാർക്കൊക്കെ ഈ എക്സ്പീരിയൻസസ് ഉണ്ടാവും. അന്ന് പറയാനാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ ഇന്ന ജെൻഡർ എന്നൊന്നും പറയുന്നില്ല. ഈക്വൽ ആയിട്ട് ഇങ്ങനെയാണ് ഇവിടെ. മെറീനയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായിട്ടാ, അല്ലെങ്കിൽ മെറീനയ്ക്ക് എന്തോ കുറവുണ്ടായിട്ടായിരിക്കും അവര് മെറീന ഗസ്റ്റ് ആയിട്ട് വന്നാൽ ഞാൻ ഷോ ചെയ്യില്ല എന്ന് പറയുന്നു. വിചാരിക്കില്ല അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നത്. ബിക്കോസ് നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ അവരെ ഒരു എന്താ പറയാ അവരുടെ വർക്ക് പാറ്റേൺ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ ക്ലാസിഫൈ ചെയ്യാണല്ലോ. ഇന്ന ആൾ ഇങ്ങനെയാണ്, ഇന്ന ആൾ ഈ ഒരു റേഞ്ചിലാണെന്ന് നമ്മളാണല്ലോ ക്ലാസിഫൈ ചെയ്യുന്നത്. എനിക്ക് തോന്നില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളെടുത്ത് അങ്ങനെ ഒരു ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ബാഡായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ നീഡ് ഹെൽപ്പ്. അവർക്ക് ഹെൽപ്പ് വേണം. എന്നിട്ട് ഇപ്പൊ അവര് മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടും അവര് മറ്റുള്ളവരെ കാണുമ്പോ എനിക്ക് ചിരി വരും. കാരണം അതാ പറഞ്ഞ അപ്പൊ അത് ഫേക്ക് ആയിരിക്കും അല്ലേ. ഫേക്ക് ആണ്. അല്ലാണ്ട് ഇപ്പൊ
ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാനത് കാണുമ്പോൾ എന്റെ അവസ്ഥ ചേച്ചി ശരിക്കും ശരിക്കും ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ നമ്മളെ കണ്ടുമുട്ടുമ്പോഴൊക്കെ ഷീസ് ബിഹേവിംഗ് ലൈക്ക് പഴയ പോലെ. ബട്ട് ഐ നോ ലൈക്ക് ഇതിങ്ങനെ നടന്നിട്ട് ഒരുപക്ഷെ ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാവില്ല, ആ വ്യക്തി മെറീനെ ഇങ്ങനെ തള്ളി പറഞ്ഞ കാര്യം മെറീനയ്ക്ക് അറിയാമെന്നുള്ളത് അല്ലേ? അതുകൊണ്ടായിരിക്കും അവര് മെറീനെ കാണുമ്പോഴൊക്കെ വളരെ ക്ലീൻ സ്നേഹത്തോടെ നിന്നിട്ട് ബാക്കിലൂടെ അവരിങ്ങനെ ഇത് ചെയ്യുന്നതും. മെറീന ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിരുന്നപ്പം വേറൊരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് വണ്ടി ഡോറ് ഭയങ്കര ലൗഡായിട്ട് അവര് കൊട്ടി അടിച്ചു എന്നുള്ളത്, ആ ഇൻസിഡന്റ് എന്തായിരുന്നു? അത് ഫീമെയിൽ തന്നെയായിരുന്നു. ആണോ? അത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഐ കാൺ കോൾ ഹർ സൂപ്പർ സ്റ്റാർ. ഷീസ് ജസ്റ്റ് ആൻ അപ്കമിങ് സ്റ്റാർ. അപ്പം അതും ഇതേപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായപ്പോ എനിക്കിതാ പ്രശ്നം, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മെറീനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു ഡോർ അടച്ചത്, അതോ? ഞാൻ മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ചേട്ടന് പോലും അത് സങ്കടമായി. എന്നിട്ട് ആ പുള്ളി പറഞ്ഞു, എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല, അപ്പൊ അതൊന്നും പറയാമോ? എന്താ ഇൻസിഡന്റ്? ഞങ്ങള് ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പം ഒരു 100 meters അപ്പുറത്തേക്ക് ഷൂട്ടുള്ളൂ. വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല, നടന്നു പോകാനുള്ളതേ ഉള്ളൂ സത്യം പറഞ്ഞ്. അപ്പൊ ഞാൻ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ് റെഡി ആയി. അപ്പം അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഷീ ഫെൽറ്റ് അപ്സെറ്റ്. അപ്പൊ എനിക്കത് മനസ്സിലായി. ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി. ഇതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, വിച്ച് ഇസ് ഫ്രം എ മെയിൽ. അപ്പം ഈ കാര്യം എന്താ വെച്ചാൽ, ഞാനപ്പോൾ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ 100 meters ഷൂട്ടുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലിരുന്നു. ലെറ്റ് ഷീ കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഫ്രണ്ടിൽ ആളിരുന്നില്ല. ഞാനിങ്ങനെ ഫോണിൽ കളിക്കും. അപ്പൊ നമുക്ക് ഒരാൾ ഡോർ തുറക്കുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പൊ ആളുടെ ക്യാരവാന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത്. ഞാൻ ഫോണിൽ കളിക്കുമ്പോൾ ആള് തുറന്ന് എന്നെ കണ്ട ഉടനെ ആള് വാതിലടച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വെച്ചു, ദൈവമേ ഇന്നലെ ഫ്രണ്ടിലിരുന്നാനായിരുന്നല്ലോ പ്രശ്നം, ഇന്നിപ്പോ എന്താ പ്രശ്നം എന്ന്. അപ്പൊ അസിസ്റ്റന്റ് വന്നിട്ട് പറഞ്ഞു അടുത്ത വണ്ടി വിട്ടോളാൻ. അപ്പൊ ക്യാരവാനിലെ ചേട്ടൻ അപ്സെറ്റായി, ആൾക്ക് സങ്കടമായി. ആളെൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. ആള് പറഞ്ഞു എന്തായാലും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നിട്ട് പുള്ളി എന്തൊക്കെയോ പുള്ളിയുടെ ഒരു വിഷമം പോലെ പറഞ്ഞു. അപ്പൊ എൻ്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനിയും നമ്മള് കൊണ്ടാക്കി തിരിച്ചു വന്ന് ആളെ പിക്ക് ചെയ്ത് പോകുമ്പോഴേക്ക് ലേറ്റ് ആവും. അവിടെ ഒരു വലിയ ഡയറക്ടർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വയസ്സും അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫും നമ്മൾ മാനിക്കണം. ഞങ്ങൾ നടന്നു പോയിക്കോളാം എന്നുകൊണ്ട് ഞങ്ങൾ നടന്നുപോയി. സാർ അവിടെ ഇരിക്കുകയായിരുന്നു. സാർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ട് എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ ഇത്ര നേരം, അതിന് ഫുൾ ക്രൂ വെയിറ്റ് ചെയ്യുക. ഞാൻ സാർ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല, ഷോട്ട് കഴിഞ്ഞിട്ട് പറയാം. ഇതാണ് എക്സ്പീരിയൻസ് ഉണ്ടായത്, വിച്ച് ഇസ് ഫ്രം എ ഫീമെയിൽ, വിച്ച് ഐ ഫെൽ ബാഡ്. എനിക്ക് സങ്കടമായി. ബിക്കോസ് സങ്കടം ആസ് എന്തിനാ അങ്ങനെ ചെയ്യണേ. അപ്പൊ അത് നിങ്ങളിപ്പോ ഒരുമിച്ച് ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് ഒരു സീൻ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു അഭിനയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള സീനിനോ അത് ബാധിക്കും? ഞങ്ങളെ കണ്ട സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നും, അത്ര സ്നേഹമാണ്. എന്നിട്ട് അവര് ഇതിൽ വരുമ്പോ അവര് വളരെ അത്ര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. അതെ അതെ അതെ. അതൊരു കഴിവാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അവര് ജീവിതത്തിലും ഇതിലും റീലിലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചേച്ചി, കൺസിഡറിങ് അവർ അങ്ങനെ ജീവിതത്തിലും സിനിമയിലും അഭിനയിക്കാന്ന് പറയുമ്പോൾ അവർക്കൊരു സ്വിച്ചിങ് ഇല്ലേ, അവർക്ക് റിയാലിറ്റി ആയിട്ട് സ്വിച്ചിങ്. ആ പേഴ്സണാലിറ്റി എത്ര ഫേക്ക് എന്നപ്പോ ഒന്ന് മനസ്സിലാക്കിയ പോരെ. അവരെവിടെയാ ജെനുവിൻ ആവാറുള്ളത്? ഞാനിപ്പോ യൂസ് ടു ആയി. കാരണം നമുക്ക് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് എനിക്ക് ശീലമായി. ഞാൻ പറയാം എക്സ്പീരിയൻസ് ഫീമെയിൽ മെയിൽ എല്ലാം ഉണ്ട് എനിക്ക്. മെയിൽ ആയിട്ടുള്ള ഒരു ആക്ടർ ഇതേപോലെ ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ഫ്രണ്ടിലിരുന്നു. ഫ്രണ്ടിലുള്ള സീറ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തു, ബിക്കോസ് ഈഗോ അടിക്കണ്ടെന്ന് വെച്ചിട്ട്. ആള് വണ്ടി കയറി ഉടനെ എന്നെ കൺട്രോളർ വിളിച്ചിട്ട് നമ്മൾ കേൾക്കെ പറഞ്ഞു, എന്നാ പിന്നെ യൂണിറ്റിലെ ആൾക്കാരും കൂടെ കയറ്റായിരുന്നില്ലേ വണ്ടിയിൽ നിന്ന്. ഞങ്ങൾക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര, ഞങ്ങൾ വിചാരിച്ചു ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കണം, യൂണിറ്റിലെ ആൾക്കാർ എന്താ മോശമാണോ, ആ ചേട്ടന്മാരും പണിയെടുക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും. എന്നിട്ട് അവിടുന്ന് തന്നെ പുള്ളി വേറെ കാറിൽ കയറിപ്പോയി. ഇതൊരു 2 ദിവസം റിപ്പീറ്റഡ്ലി പുള്ളി ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആക്ടർ ഈ സ്വഭാവം കാണിച്ച പുള്ളിയും കൂടെ ഒരു കാറിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം അടിയുണ്ടാക്കി. ഞാൻ പറഞ്ഞു എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ആരാന്നാ വിചാരിച്ചത്. ഞാൻ നന്നായി അടിയുണ്ടാക്കി. അപ്പം കാറിന്റെ ഷോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, ഫ്രണ്ടിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നുണ്ട്. ഡയറക്ടർ മറീന മിണ്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞു സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, അതാണ് എന്താന്ന് തന്നെ വിചാരം കൊണ്ട് ഞാൻ കുറേ പറഞ്ഞു. അപ്പോൾ ആൾക്ക് മനസ്സിലായി. ആള് പറഞ്ഞു താൻ റെഡി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന്, ലൈക്ക് ഞാൻ റെഡി ആകുമ്പോൾ നമുക്ക് ഷോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എനിക്കന്ന് ശരിക്കും ഇൻസൾട്ടഡ് ആയിട്ടേ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് റിയാക്ട്. ബാക്കിയുള്ളവർ പേടിച്ചിട്ട് പറയില്ലാന്നേ. പേടി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡയറക്ടർ പോയിട്ട് ആക്ടർ എടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ആക്ടർ പറയാം നാളെ മുതൽ ഞാൻ വരില്ല, അവളോട് സോറി പറയാൻ പറയാം, അല്ലെങ്കിൽ
നാളെ മുതൽ ഞാൻ വരില്ല, നിങ്ങൾ എല്ലാവരും യൂണിറ്റുകാരെല്ലാവരും വന്നിട്ട് സോറി പറയാൻ പറഞ്ഞെങ്കിൽ ഇവര് വലഞ്ഞു. കാരണം പ്രൊഡ്യൂസർ പൈസ എത്രയും നഷ്ടമാവും, ഡയറക്ടർക്കും ഈ കാല് പിടിച്ച് നടക്കണ്ടേ. അപ്പൊ എനിക്ക് പറയാനുള്ള ഞാൻ തന്നെ പറഞ്ഞു. ഒന്നല്ല, ഈ പറയുന്ന പോലെ ഒരുപാട് ഇൻസിഡൻസ് മെറീനയ്ക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരുപാട് എണ്ണം വന്നപ്പം ഈ ഇൻഡസ്ട്രിയെ ഇങ്ങനെയാണ് ഹെൽപ്പ് വിത്ത് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് വിട്ടു പോകാൻ അപ്പൊ മെറീനയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല? ഇല്ല, ഈ ഇൻഡസ്ട്രിക്ക് ഒരു കുഴപ്പമില്ല. ഇൻഡസ്ട്രിയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ ഒരു ക്ലെൻസിങ് ആണല്ലോ ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ആക്ച്വലി ഒരു ക്ലെൻസിങ് ആണ് നടക്കുന്നത്. ഇത് വരട്ടെ. ഇതിപ്പം ചെയ്യാത്ത ആൾക്കാരും ചെയ്ത ആൾക്കാരും ഉണ്ട്. ചെയ്യാത്ത ആൾക്കാരും ഇതിൽ എഫക്റ്റഡ് ആണ് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഇതിലൊരു ഒരു മൊത്തത്തിലൊരു എന്താ പറയാ അഴിച്ചുപണിയോ പൊളിച്ചുപണിയൊക്കെ നടക്കട്ടെ. അതിപ്പോ നമുക്ക് കിട്ടുന്ന പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കുള്ള ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു ചേഞ്ച് വരണം അല്ലെ. ഈവൺ ഇപ്പൊ ആൾക്കാർ ആരെങ്കിലും കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചോദിച്ചാൽ 4 വർഷം കഴിഞ്ഞ പണി വരും എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ അവർ ഇന്നേ ചോദിക്കില്ല. അത് വരട്ടെ, ആ ചേഞ്ച് വരട്ടെ. അത് നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഈ ഇൻസൾട്ടിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ എപ്പോ വേണമെങ്കിലും ആൾക്കാർക്ക് ചെയ്യാം. അത് പിന്നെ അവരുടെ പ്രശ്നം അല്ലെ. അവർക്ക് മേ ബി ഇൻസെക്യൂർ ആയതുകൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ലൈക്ക് ഇപ്പൊ ആ ആക്ട്രസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? മേ ബി ബിക്കോസ് ഷീ ഈസ് ഇൻസെക്യൂർ. ആളുടെ വർക്കിൽ ഇൻസെക്യൂർ ആണ്. ആൾക്ക് ഇത്ര കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ആള് ചിലപ്പോ ബാക്കി എല്ലാവരോടും അങ്ങനെ ചെയ്യുന്നുണ്ടാവും, എന്റെ അടുത്ത് മാത്രമായിരിക്കില്ല. അപ്പൊ ആൾക്കൊരു തോന്നലുണ്ടാവും, ഞാൻ ഇന്ന ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറി വേറൊരാൾ അതിൽ കയറാൻ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമായിരിക്കും. ഇമ്മച്യൂർഡ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടാവുക. ഇമ്മച്യൂരിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവില്ലേ, അല്ലാതെ ഇങ്ങനെ കാണിക്കോ? അതാ ഞാൻ ചോദിക്കണേ. പ്രകടമായി കാണിക്കുമ്പോ എന്റെ അടുത്ത് നിന്ന് നെഗറ്റീവ് എനർജി അല്ലേ കിട്ടുന്നത്? തീർച്ചയായിട്ടും എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമോ അല്ലെങ്കിൽ ആ ജീവിതകാലം മുഴുവൻ ഈ വ്യക്തി എന്റെ ലൈഫിൽ വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കില്ലല്ലോ. എന്റെ സൈഡിൽ നിന്ന് നെഗറ്റീവ് വൈബ് എനർജി തന്നെ പോവുള്ളൂ. അപ്പം അത് നെഗറ്റിവിറ്റിയാണ് ഉണ്ടാക്കുന്നത്. സിനിമയിലേക്ക് മെറീന വന്നപ്പോ തന്നെ എനിക്കും ഈ മൂവിയില് നല്ലൊരു നായികയാവണം, എല്ലാവരും ആ ഒരു ഇന്റൻഷനോടെയും ആ ഒരു ആഗ്രഹത്തോടെയും ആണല്ലോ എല്ലാവരും എത്തിപ്പെടുന്നത്. മെറീനയുടെ തുടക്ക സമയത്താണെങ്കിൽ പോലും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പം കേൾക്കുന്ന തരത്തിലുള്ള ഒരു മിസ്ബിഹേവിയർ, അത് ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലോ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്നോ ആരുടെയെങ്കിലും ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നോ മെറീന എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ആളുകൾ നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പോൾ ഒരാൾ നിങ്ങളെ കയറി പിടിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന്. ഞാൻ വളരെ ഒരു പ്രൈവറ്റ് സ്പേസിലോ അല്ലെങ്കിൽ ഒരു ക്ലോസ് സർക്കിളിലോ എത്തിപ്പെടുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു ചേച്ചീനെ പോലെ കാണുന്ന ആള് അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെ കാണുന്ന ഒരാള്, എനിക്ക് അത്രയും പരിചയമുള്ള ഒരാള്, ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആള് ചിലപ്പോൾ ഒരു സ്പേസിലെത്തുമ്പോൾ, ഒരു പ്രൈവറ്റ് സ്പേസിലെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ച് പരിചയമുള്ള, നമ്മൾ അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ടെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ബ്രദർ എന്നെ കയറി പിടിക്കുമ്പോൾ ഞാൻ അയാളുടെ ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ബ്രദറാണ്, എനിക്കൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അപ്പൊ ആദ്യം ഒരു റിയാലിറ്റി സാധനം ഉണ്ടോ, ഇതെന്താ ഇങ്ങനെ നടക്കണത്, എന്താ ഇയാൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്റെ കൈയൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരാളോട് പൊന്തൂല. അടിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ കുഴഞ്ഞു ടു ബി വെരി ഫ്രാങ്ക്. കാരണം ഇയാൾ എന്നോട് ഇങ്ങനെ അല്ലല്ലോ ബിഹേവ് ചെയ്യണ്ടേ എന്നുള്ള സാധനമായിരിക്കും വരിക. പിന്നീട് അയാൾ ഒരു പരിധി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മള് റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നോ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നോ പറഞ്ഞ് ഇറങ്ങി വരാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബോൾഡ് ഞാൻ പറ്റില്ല നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് പോകുന്നു. പക്ഷെ എനിക്കത് വിഷമമായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരുപാട് പേരെ അടുപ്പിക്കാറില്ല എൻ്റെ ഒരു സർക്കിളിലേക്ക്. അപ്പൊ അതില് സ്പേസ് കണ്ടെത്തി ഒരു ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് വന്ന് പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അതൊരു എന്താ പറയുക, അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. അത് അവരുടെ മണ്ടത്തരാണ്. കാരണം നമ്മളൊരു സ്ഥാനം കൊടുത്തിട്ട് അവർക്ക് അത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദിയർ പ്രോബ്ലം. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പിന്നെ കംപ്ലൈന്റ്സ് പറയേണ്ടി വന്നിട്ടില്ല. അത് അവിടെ നിന്ന് തന്നെ തീരുമാനമാക്കിയിട്ടുണ്ട്. അല്ലാതെ പുറത്തുനിന്നൊന്നും ഒരാൾ വന്നിട്ട് അത് ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ന സിനിമ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ ഈ സിനിമയിൽ എത്തുന്നതിനെക്കാട്ടിലും ഡിഫിക്കൽട്ട് ആയിരുന്നു ഇതിൽ ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ എത്ര വർഷമായി? അപ്പൊ ഇതിൽ സർവൈവ് ചെയ്യണത് ആണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇൻഡസ്ട്രി ആക്ച്വലി നല്ല ഇൻഡസ്ട്രി തന്നെയാണ്. ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലേ. ഏത് സെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ സെക്ടേഴ്സിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയാം എപ്പോഴും നമ്മളിത് ഫിസിക്കലി അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് മാത്രം പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ഈ പാരവപ്പും ബാക്കിൽ നിന്നിട്ട് പണി തരുന്നതും ഒക്കെ ഏതും IT പോയാലും കാണാം, ഹോസ്പിറ്റലിൽ പോയാൽ എല്ലാ മേഖലയിലും ഉണ്ട്. ഈ ഒരു പറയുന്ന കുത്തിത്തിരിപ്പും നമുക്ക് അടി കിട്ടുന്നത് പരിപാടിയും ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇവിടെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ ആകുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ മസാല ചേർത്ത് കുറച്ചും കൂടെ ഫ്ലാഷി ആയിട്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിലും കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇൻഡസ്ട്രി ഈസ് വെരി ഗുഡ്. കാരണം നമുക്ക് നല്ല വിസിബിലിറ്റിയാണ് ആൾക്കാരുടെ അടുത്ത്. നമ്മളൊരു പരസ്യം ചെയ്താലോ ഒരു സിനിമയിൽ ഒരു റോള് ചെയ്ത് അത് ഹിറ്റ് ആയി കഴിഞ്ഞാലോ ആളുകൾ കൂടുതൽ അറിയും.
പൈസ നന്നായിട്ട് വരും, ഇനോഗ്രേഷൻസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പൈസ വരും. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഈ തൊഴിൽ നിഷേധം എന്ന് പറഞ്ഞ കാര്യവും അതാണ് മെയിൻ പ്രശ്നം. അതായത് ജോലി തരണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയണതും ഇന്ന ഇത് കാരണം ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ആൾക്കാരുടെ പണി മുടക്കുന്നത് തന്നെയാണ് മെയിൻ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ആൻഡ് ഞാൻ പറഞ്ഞത് ഇതൊരു ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രിയാണ്. നമ്മളൊരു ആർട്ടല്ലേ ഉണ്ടാക്കുന്നത്. എന്ത് നമ്മൾ ചെയ്യണം, ഒരു സാധനം പെയിന്റ് ചെയ്താൽ നമ്മൾ വിറ്റ് ഒരാൾ ഇട്ട് കാണുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷം ഉണ്ടാവില്ല. അതുപോലെയല്ലേ സിനിമയും, നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരു 10-50 പേര് വരുന്ന ഒരു ക്രൂ ആകുമ്പോൾ 50 പേർക്കും 50 അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ അതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതും ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഓരോ ഓഫർ വരിക, ഓരോ ചാൻസ് വരിക, ഓരോ മൂവിയിലേക്ക് വിളിക്കുമ്പോഴും ഇപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു, ഡയറക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും. പക്ഷേ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഫ്രണ്ടായിട്ട് കണ്ടു, പിന്നെ അവർ മിസ്ബിഹേവ്. അപ്പൊ ആ പറയുന്ന ആളും ഈ പറയുന്ന മേഖലയിലുള്ള ആളാണെങ്കിൽ പിന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇതും അതെങ്ങനെയായിരിക്കും? പിന്നെ ഇല്ല, എനിക്ക് പിന്നെ അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരുടെ കൂടെ. പക്ഷെ ഇൻ കേസ് അങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് സംസാരിച്ചത് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ എന്റെ സൈഡിൽ നിന്ന് ഞാനൊരു നോ പറഞ്ഞാൽ അവർക്ക് റൈറ്റ്സ് നോ. അപ്പം ഇപ്പൊ ഞാനിപ്പോ ഒരു വലിയ പടം ചെയ്യാം, അതിൽ ഈ പേഴ്സൺ അതിന്റെ ക്രൂവിന്റെ ഒരു പാർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുന്നത്, കരിയർ വൈസ് ഉള്ള സംസാരങ്ങൾ ഉണ്ടാവില്ലേ. അത് ഇപ്പം അടുത്ത ഷോട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഈ സീൻ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, അതുണ്ടാവും. അതർ ദാൻ ദാറ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ എന്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യരുത്. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെയും അവരുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ അതിനെ മെറീനയായിട്ട് വളരെ എന്താ പറയാ, വളരെ മെച്ചുവേർഡ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് പ്രൊഫഷണൽ വേയിലൂടെ മാത്രം അതിനെ കൊണ്ടുപോയി. അതിപ്പോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫീമെയിൽ എന്ന് പറഞ്ഞ വ്യക്തിയും ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും ഒരുപാട് സീനുകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ഐ നോ ലൈക്ക് ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ അത് ഈ വർക്ക് ചെയ്യുന്നതിനെ നമ്മൾ ഒരു രീതിയിൽ അത് ബാധിക്കേണ്ട ആവശ്യമില്ല. വർക്ക് ഇസ് വർക്ക് അല്ല. വേറെ ഏതെങ്കിലും ഇപ്പൊ മെറീനയ്ക്കുള്ള ഇൻസിഡന്റ് മെറീന അവിടെ നോ പറയുന്നുണ്ട്, അതിനുള്ള ഒരു ബോൾഡ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മെറീനയുടെ കൂടെ തന്നെ സെറ്റിലുണ്ടായ മറ്റ് ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ഇതേപോലെ ഒരു ക്രൈസിസിലൂടെ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അവർക്ക് അതിപ്പം ഇങ്ങനെയെന്നല്ല, അവർക്ക് ഫുഡ് കിട്ടുന്ന കാര്യത്തിലോ ഈ പറയുന്ന പോലെ പിക്കപ്പിന്റെ കാര്യത്തിലോ അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും അവർക്ക് അവിടെ ഒരു പരിഗണന കിട്ടുന്നില്ല, അവർക്ക് അവിടെ വേണ്ട രീതിയിൽ ഒരു സെക്യൂരിറ്റി വരുന്നില്ല എന്ന് കണ്ടിട്ട് എപ്പോഴെങ്കിലും പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കൊരു ക്യാരവാനോ അല്ലെങ്കിൽ ഒരു റൂമോ തന്നിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഞാൻ പറയുള്ളൂ. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ആ ടേം തന്നെ ശരിയാണെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഡ്രസ് ചേഞ്ച് ചെയ്യണം, വാഷ്റൂം പോകണം, ചേച്ചിമാരൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈവൻ സ്വാസിക പോലും, സ്വാസിക ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. സ്വാസിക ഒത്തിരി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഈ ചെറിയ ചെറിയ രീതിയിൽ ഗ്രോ ചെയ്ത് വരും, നമുക്ക് ഏകദേശം ആ എക്സ്പീരിയൻസസ് മനസ്സിലാവും. പിന്നെ ചില കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ എല്ലാരെയും ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷന് എപ്പോഴും നമുക്ക് എല്ലാരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവർ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ കൂടെയുള്ള ആർട്ടിസ്റ്റുകളും ഇതൊക്കെ ഒന്ന് സഹായിച്ചാലും സപ്പോർട്ട് ചെയ്താലും ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ ഇപ്പം രാവിലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങി വൈകിട്ട് 6 മണി വരെ ആ ചേച്ചിക്ക് വാഷ്റൂമിൽ പോകാനുണ്ടെങ്കിൽ അത് ചേച്ചി ഇവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ലേഡി കിടന്ന് സ്ട്രഗിൾ ചെയ്യും. നമുക്ക് അറിഞ്ഞൂടെ എന്തോരം പെയിൻ ആണ് അതെന്നുള്ളത്. അപ്പം അത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് നമ്മളടുത്ത് കംപ്ലൈന്റ്സ് പറയാറൊന്നുമില്ല, ലൈക്ക് ഇങ്ങനെയാണെന്നുള്ളത്. അതിനുള്ളൊരു സ്പേസ് മേ ബി എന്റെ അടുത്ത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. കംപ്ലൈന്റ് ആയിട്ട് അങ്ങനെ ഇന്നാൾ ഇന്ന ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയാണ് അങ്ങനെ പറയാറില്ല. അപ്പൊ അറിയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ചോദ്യം ചെയ്യും, അത് റിയാക്ട് ചെയ്യും. കാരണം പ്രത്യേകിച്ച് ഫീമെയിൽസ് ആകുമ്പോൾ നമ്മളത് ചെയ്യും, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ. കാരണം അവർക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം ഞാൻ അതിൽ കയറി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കും അവിടെ വില്ലെത്തി. അറിയാലോ. അതെ. അല്ല, ഇപ്പൊ തന്നെ നമ്മുടെ ഇടയിൽ ഇപ്പം വന്നിരിക്കുന്ന മീഡിയയിലൂടെ നമ്മളൊക്കെ അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ വലിയ വലിയ സ്റ്റാർസ് വരുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ഒരു പ്രത്യേകം ചെയർ കൊണ്ടുപോയിടുന്നു, അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സീറ്റ് ഉണ്ട് അവർക്ക്. എന്നാൽ ഈ പറയുന്ന സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിക്കോട്ടെ, പുതിയതായിട്ട് വരുന്നവരായിക്കോട്ടെ, അവർക്ക് അവിടെ ഇരിക്കാൻ പോലും ചിലപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. അവർ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ പറയുന്ന ഓരോരുത്തരും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്. മെറീനയുടെ കൺമുമ്പിൽ ഇത്തരത്തിലുള്ള ഇൻസിഡന്റ് എപ്പോഴെങ്കിലും വന്നു പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, വലിയ വലിയ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇവിടുത്തെ സ്റ്റാർസ് ആരാണ് സ്ട്രഗിൾ ചെയ്യാത്തത്? എല്ലാരും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവരൊക്കെ ഒരു 10-15 വർഷം മുമ്പുള്ള അവരുടെ ലൈഫ് ചിലപ്പോൾ നമ്മളെയും കാട്ടി വേഴ്സ്റ്റ് ആയിരിക്കും. കാരണം ഞാൻ ഈവൻ പിക്ചേഴ്സ് വരെ കണ്ടിട്ടുണ്ട്, ലൈക്ക് യുനോ പായ് വിരിച്ച് കിടക്കുന്നതും. ഈവൻ ഷീലാമ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ചെന്നൈയിലൊരു സ്ഥലത്ത് പോയ സമയത്ത് കസേരയില്ല അവർക്ക് ഇരിക്കാൻ. അപ്പൊ ഇവര് നസീർ സാറ് കസേരയായിട്ട് വണ്ടിയിൽ വന്നിട്ട് ഇരിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണെന്നുള്ളത്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ വലിയ വലിയ സോ കോൾ സ്റ്റാർസ് എന്നുള്ള പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലാതെ
അപ്പൊ നമുക്ക് അവരങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ലൈക്ക് അവർക്ക് ഇപ്പോൾ ഉള്ളത് അവർ ഏൺ ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷറിയാണ്. അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ലക്ഷറി ഇട്ടിരിക്കുന്നത്. ഈവൻ ഇപ്പോൾ ഉള്ള ഈ അപ്കമിങ് സ്റ്റാർസ് പോലും ഒരു ടൈമിൽ എന്തോരം നടന്നിട്ടുണ്ടാവും എന്ന് പറയുക ചാൻസും ചോദിച്ചിട്ട് ഇത്രയും എന്താ പറയാ അവര് തന്നെ ഒരുപാട് പേര് ഈ ഇൻസൾട്ടഡ് ആയിട്ടുള്ളതും ആൾക്കാർ എന്താ പറയാ നിഷേധിച്ചിട്ടുള്ളതിന്റെ ഒക്കെ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാം. അപ്പൊ അവർക്ക് കിട്ടുന്ന ലക്ഷറി ഈസ് ഡിഫറെന്റ്. കാരണം അത് അവർ ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഒരു 15 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ട് ആളുകൾ എനിക്കൊരു കസേര ഇട്ട് തരുമോ അല്ലെങ്കിൽ എന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ കുറ്റം പറയുന്നു. കാരണം എൻ്റെ ഈ ഇപ്പോഴത്തെ ഇന്റർവ്യൂസ് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എന്തോരം ബുദ്ധിമുട്ട് അതിലൂടെയാണ് പോയിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് ചെയ്യേണ്ടത്, അതായത് ബാക്കിയുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് അവിടുത്തെ പ്രൊഡക്ഷനാണ്. അത് പ്രൊഡക്ഷൻ ഒരു പ്രോപ്പർ ഐഡിയ വേണം. അത് സിസ്റ്റമാണ് ചേഞ്ച് വരുത്തേണ്ടത്. അതിപ്പം ഇപ്പൊ നമുക്കൊരു ഫെഫ്ക എന്നൊക്കെ പറയുന്ന യൂണിയൻ ഉണ്ട്. അപ്പം ഫെഫ്കയുടെ അണ്ടറിൽ വരുന്ന ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഒരു യൂണിയൻ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാണ് എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യേണ്ടത്. സിസ്റ്റമാണ് ചേഞ്ച് ചെയ്യേണ്ടത്, നോട്ട് പീപ്പിൾ ആസ് ഇൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇടയിൽ തന്നെ ഈ ഈഗോ പ്രശ്നങ്ങളും ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ മെന്റൽ പ്രശ്നങ്ങളാണ്. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് തോന്നില്ല ഒരു സ്റ്റാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിന് കസറിട്ട് കൊടുക്കുമ്പോൾ എടുത്ത് മാറ്റുന്നു പറയുന്നത് എനിക്ക് തോന്നില്ല. അത്രയും ദുഷ്ടന്മാര് ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. കാണാത്ത കാര്യം പിന്നെ നമ്മൾ അങ്ങനെ പറയരുതല്ലോ. ഓക്കെ, ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം മെറീനയ്ക്ക് ഡയറക്ടേഴ്സ് ആയിട്ടും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് AD-കളായിട്ടും പലരുമായിട്ട് ഇപ്പൊ ഇത്ര വർഷമായില്ലേ, പലരുമായിട്ട് കണക്റ്റഡ് ആണ്, പലരുമായിട്ട് നല്ല പരിചയമുണ്ട്. ഇപ്പം ഇപ്പത്തെ ഇതിൽ തന്നെ വേറെയും പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ചില വർക്കിൽ കാര്യങ്ങളിലൊക്കെ ഒരുപാട് 100 ദിവസത്തെ അടുപ്പിച്ച ഷൂട്ടിംഗ് ഉണ്ടായിരിക്കാം. പല ദിവസത്തെ ഷൂട്ടിങ്ങിലൊക്കെ കൂടെ നിൽക്കുമ്പം അവസാനം അവർ ചെയ്ത ജോലിയുടെ വേതനം കിട്ടുന്നില്ല എന്ന് പല AD-കളും അവരും കംപ്ലൈന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ AD-ന്ന് മാത്രം നമ്മൾ സ്പെസിഫിക്കലി പറയേണ്ട, ടെക്നിക്കൽ സൈഡിലുള്ള ലൈറ്റ് ബോയ് ആണെങ്കിലും പലരും പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിനുള്ള ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പം മെറീനയ്ക്കും ഇത്തരത്തിലുള്ള പലരുമായിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞില്ല, അതിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് പരിചയമുണ്ട്, കണക്റ്റഡ് ആണ്, അവരുടെ കൂടെ പിന്നീട് അവർ സിനിമ ചെയ്യുമ്പോൾ വിളിക്കുന്നു ഇങ്ങനെന്നൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവം അവരാരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവുമോ? ഈ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എടുക്കണം, അസിസ്റ്റന്റ് ഡയറക്ടർ ടു അസോസിയേറ്റ് ടു ഡയറക്ടർ എന്ന് പറയുന്നതാണല്ലോ ഗ്രാഫ്. അതെ. അപ്പൊ ഞാൻ ആദ്യം മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ 2000 രൂപ 1000 രൂപയ്ക്കൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അത് ഡിഫറെന്റ് ആണ്, പേയ്മെന്റ് ഇസ് ഡിഫറെന്റ്. അപ്പൊ നമ്മളൊരു തൊഴിൽ പഠിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നമ്മളൊരു സ്ഥലത്ത് വന്ന് ആദ്യം നമ്മൾ ആ വർക്ക് പഠിക്കുക എന്നുള്ളതുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു 3-4 സിനിമയിൽ വലിയ പേയ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്രാഫ്റ്റ് പഠിച്ചെടുക്കണ്ടേ. നമ്മൾ പഠിച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പൈസ കൊടുക്കുമോ? ഇല്ല. ബിക്കോസ് ദേ ആർ ലേണിംഗ് അല്ലെ. അവർ പഠിച്ച് അവർക്കൊരു തൊഴിലായി അതിൽ അവർ ഫ്ലറിഷ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു പ്രൊഡക്ഷൻ. ഇപ്പൊ എല്ലാവർക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ കിട്ടിയാൽ മതി. എന്തെങ്കിലും ഒരു സ്കില്ല് വേണ്ടേ നമുക്കിപ്പോ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി അറിവ് നേടി ആ കാര്യം നമ്മൾ ചെയ്ത് അത് പ്രൊഡക്റ്റീവ് ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം പൈസ കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കംപ്ലീറ്റ്ലി പൈസ കൊടുക്കാതിരിക്കുന്ന എക്സ്പീരിയൻസസ് ഞാൻ അധികം കേട്ടിട്ടില്ല. കാരണം ഒരു ഫിക്സഡ് എമൗണ്ട് എന്തായാലും ഉണ്ടാവും ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്. പിന്നെ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആവാൻ ഒത്തിരി പേര് നടക്കുന്നുണ്ട്. ബിക്കോസ് അവരുടെ പാഷൻ സിനിമ എടുക്കാനും ഡയറക്ടർ ആവാനുമാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇത്ര എമൗണ്ട് തന്നെ കിട്ടണം എന്ന് പറയുന്നത് എനിക്കത് അത്ര വാലിഡ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ഞാനാണെങ്കിൽ പോലും ഒരു കാര്യം പഠിക്കുമ്പോൾ ആദ്യം ഒന്നും ഡിമാൻഡ് ചെയ്യില്ല. കാരണം എനിക്കത് പഠിച്ചെടുത്താൽ മതി അല്ലെ. അപ്പം എക്സ്പീരിയൻസസ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു സാധനം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുക. അപ്പം ഗ്രാജുവലി അസോസിയേറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ എമൗണ്ട് കിട്ടും. പിന്നീട് ഡയറക്ടർ ആകുമ്പോൾ ദേ കെൻ ലൈക്ക് ഒരു ഹിറ്റ് പടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവൽ ഓഫ് പേയ്മെന്റ് അവർക്ക് വാങ്ങിക്കാം. അപ്പോൾ അത് എനിക്കറിയില്ല. ഇതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ തളരാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് മെറീനേതായിട്ട് എന്തെങ്കിലും മെഡിറ്റേഷനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങനെ ഒന്ന് കുറച്ചും കൂടി ഇതാക്കാൻ മെന്റൽ പവർ കൂട്ടാനായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാവരും ക്ലോസ് ഫ്രണ്ട്സ് പറഞ്ഞെങ്കിൽ ആരെടുത്ത് സംസാരിക്കാൻ പോണ്ടാന്ന്. അല്ല, അത് ഇപ്പോഴല്ല, നേരത്തെ ആണെങ്കിലും നമ്മുടെ മൈൻഡിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുമല്ലോ കുറെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും? ഇല്ല, ആ ടൈമിൽ യോഗ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ എപ്പോഴും മ്യൂസിക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക്. അപ്പൊ പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ ഹീൽ ചെയ്യും. യാത്രകള്, കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഡൈവേർട്ട് ചെയ്യാന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി യാത്ര ചെയ്തൊന്ന് ഒരു 4-5 ഡേയ്സ് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും എനർജി ബൂസ്റ്റ് പോലെയാണ്. ഓക്കെ. മെറീനയുടെ ലൈഫിലും നേരത്തെ ഏതൊരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ആയി. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ അതൊക്കെ ശരിക്കും ആരെയാണെങ്കിലും
നമ്മളൊരു ബ്രേക്കപ്പിലേക്ക് വന്നു പോയുമ്പോൾ അതൊരു മെയിലോ ഫീമെയിലോ ആരാണെങ്കിലും ശരിക്കും നമ്മളൊരു ജെനുവിനായിട്ട് നിന്ന റിലേഷൻ ആണെങ്കിൽ നമ്മളെ വല്ലാണ്ട് അത് വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. അതിൽ നിന്നും നമ്മൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് സൈഡിൽ നിന്ന് പറയുന്നവർക്ക് ഈസിയാണ്, പക്ഷെ അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ അത് എത്ര ഹാർഡാണ്, എത്ര ദിവസം എടുക്കും അതിൽ നിന്നും ഇതായിട്ട്. മെറീനയ്ക്ക് ആ ഒരു സിറ്റുവേഷൻ ഈ പറയുന്ന പോലെ വേറെ പലരുടെയും കഥകൾ കേട്ടൊരാളെന്നുള്ള രീതിയിൽ മെറീനയ്ക്ക് സെൽഫായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത് മെറീനയ്ക്ക് ഈസി ആയിരുന്നോ, അതോ മെറീനയും ഈ പറയണ പോലെ ഇല്ല, ഞാൻ ഒരിക്കലും സ്റ്റക്ക് ആയിരുന്നില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഒരിക്കലും സ്റ്റക്ക് ആയിരുന്നില്ല. ഞാൻ എന്റെ 100% എല്ലാ റിലേഷൻഷിപ്പിലും കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് കരിയറും പേഴ്സണൽ ലൈഫും മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറയുന്നത് വെരി ബിഗ് ടാസ്ക്. അത് അറിയായിരിക്കും, യു ഹാവ് എ ഫാമിലി അല്ലേ. അപ്പം നമ്മള് വർക്കിന്റെ ഇടയിൽ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നല്ല വർക്കുകൾ വരണം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഒരു പാർട്ട്ണർ വേണമെന്ന് വിശ്വസിക്കുന്നത്. ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ വിറ്റ ബിൽഡിംഗ് ആണ്. ഒരു ബിൽഡിംഗ് ഞാൻ കൊടുത്തൊഴിവാക്കി, വിച്ച് ഇസ് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസ് എല്ലാം ഈ പറഞ്ഞ പോലെ എന്നെ ചീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് സമയം ഉണ്ടാവില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ പ്രോബ്ലം ആരും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. എന്റെ പ്രോബ്ലം സോൾവ്, അതങ്ങനെ പോയി. ഞാനൊരു 100% എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ലേറ്റർ ഓൺ ഒക്കെ എനിക്കത് വളരെ പോസിറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. ലൈക്ക് അത് പോയല്ലോ, അല്ലെങ്കിൽ എനിക്കതൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഒരുപാട് കാലം നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത്ര ഞാൻ അങ്ങനെ സർക്കിളിലേക്ക് ആൾക്കാരെ എടുക്കാറില്ല. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഒരാഴ്ചയിൽ കൂടുതലൊന്നും അതും ഈ കരഞ്ഞു പിഴിഞ്ഞു നെവർ, അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. അത് വെരി സ്മൂത്ത് ആയിരുന്നു. ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് പറയാണ്. എന്റെ കൂടെയുള്ള എല്ലാവർക്കും വെച്ചാൽ ഫ്രണ്ട്സിന് എല്ലാവർക്കും പറയാം ഇങ്ങനെയാണെന്നുള്ളത്. സോ മേ ബി അവർക്കും ഒരു ചിന്ത ഉണ്ടാവും ഞാൻ കുറച്ച് ടോക്സിക് ആണെന്ന്. കാരണം ഇവർക്കൊരു പ്രശ്നമില്ലല്ലോ, ഇത്ര കൂളായിട്ട് പോകുന്ന കാണുമ്പോൾ പെട്ടെന്ന് അപ്പൊ നമ്മുടെ ഭാഗത്താണോ മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് ഇവൾ ഇത്ര കൂളായിട്ട് എന്നുള്ളൊരു. ലാസ്റ്റ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് വളരെ പ്രശ്നമുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ഭയങ്കര ടോക്സിക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അപ്കൊണ്ട് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്, ഭയങ്കര നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു പ്രശ്നം വന്നപ്പോൾ എനിക്കത് എന്താ സംഭവം എന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു പ്രശ്നം വരുന്നു, ആള് പോകുന്നു, വേറെ റിലേഷൻഷിപ്പ് ആയിട്ടാണ് ആള് പോയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്കൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമിലായിപ്പോയി. ബിക്കോസ് അച്ഛൻ മരിക്കുന്ന ഒരു ടൈം, അത് പിന്നെ പപ്പയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ അത് ആ ടൈമിനിടയിൽ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോ നമുക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ടാവില്ലേ. പിന്നെ പപ്പയ്ക്ക് ഇവിടെ വയ്യാണ്ടിരിക്കുന്നതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്റെ ലൈഫിലില്ല. ഇങ്ങനെ പോവേ വരെ എന്ത് വേണം ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അപ്പം. ബിക്കോസ് എന്റെ കംപ്ലീറ്റ് ഫോക്കസ് ഇവിടെ ഒരാൾ മരിക്കാൻ പോകുന്നു, അദ്ദേഹത്തിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക, എങ്ങനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഫോക്കസ്. പക്ഷെ ആ ടൈം അതായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ രണ്ട് രീതിയിൽ ഡീൽ ചെയ്യേണ്ടി വന്നേനെ. ബാക്ക് ടു ആഫ്റ്റർ 2 years ആളുടെ എക്സെപ്റ്റ് എന്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്. ആ കുട്ടിയെ കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ചിട്ട് വിളിച്ച് സംസാരിക്കണേ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് ഇപ്പൊ. അവരും ബ്രേക്കപ്പ് ആയി വിച്ച് ഇസ് ലൈക്ക് കർമ്മ എന്ന് പറയില്ലേ. അപ്പൊ അത് ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ പുള്ളിക്കാരി ട്രോള് പോലെ എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് ഓഡിയോ വെച്ച് ഞങ്ങൾ ചിരിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അവളുടെ പേര് പറയാൻ പറ്റില്ല, പക്ഷെ ഐ റിയലി വാണ്ടഡ് ടു സേ, ബട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അത് രസമാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവണം എന്താ വെച്ചാൽ നമ്മളിത് എന്തിനാ ഇതിന്റെ പുറകെ പോയെന്ന് തോന്നുമല്ലോ. അങ്ങനെ ഒരു ഫീലിംഗ് ഇപ്പൊ എനിക്കുണ്ട്. സോ അങ്ങനെ വലിയ വിഷമമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ഇനി ഒരേ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ മെറീനെ പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഏതൊരാളും നിങ്ങളെല്ലാരും ഫേസ് ചെയ്യണ ഒരു ക്ലീഷ ആയിട്ടുള്ള നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, അതെ കല്യാണം. എനിക്ക് അങ്ങനത്തെ ഒരു ചോദ്യം ഒരുപക്ഷെ ഒരുപാട് കല്യാണം കഴിയുന്നോടും വരെ ഈ ചോദ്യം വന്നോണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ചോദ്യം സ്റ്റിൽ ഫേസ് ചെയ്യുന്നുണ്ടാവില്ലേ? ഉണ്ടേ തന്നെ ഇപ്പോഴും അത് കേൾക്കുമ്പോ എങ്ങനെയാ, ഒരു ഇറിറ്റേഷൻ ആണോ? ഇറിറ്റേഷൻ ഒന്നുമില്ലോ. എന്തായാലും എനിക്ക് ഫാമിലി വേണമെന്നുണ്ട്, കുട്ടി വേണമെന്നുണ്ട്, ഒക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്. എന്നെ കെട്ടിച്ചയക്കാൻ ആർക്കും താല്പര്യമുണ്ട്, ഞാൻ കല്യാണം കഴിക്കാനും റെഡിയാണ്. കെട്ടിച്ചയക്കാൻ സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യാൻ ആരും ഇല്ല. ബിക്കോസ് അമ്മക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. പിന്നെ അച്ഛനും ഇല്ലല്ലോ, മരിച്ചല്ലോ. പിന്നെ 2 സിസ്റ്റേഴ്സാ ഉള്ളത്. പപ്പയുടെ 2 സിസ്റ്റേഴ്സ് രണ്ടുപേരും കല്യാണം കഴിക്കില്ല. അപ്പൊ അവരാദ്യം എന്റെ അടുത്ത് വെക്കുമ്പോ ഞാൻ അവരുടെ അടുത്ത് പറയും നിങ്ങൾ ആദ്യം കല്യാണം കഴിച്ച് കിടക്കും. അപ്പൊ അവരിപ്പോ ചോദ്യം നിർത്തിയിട്ടുണ്ട്. സോ അറിയില്ല, നടക്കുമ്പോ നടക്കട്ടെ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു പ്ലാൻ ഇല്ല. പിന്നെ ഞാൻ ലൈഫിനെ അത്ര സീരിയസ് ആയിട്ട് കാണില്ല. എന്തെങ്കിലും നടക്കുന്ന നല്ല കാര്യം നടക്കുന്ന സമയത്ത് നടക്കും. എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഒരു സമയമില്ല. അപ്പൊ ആ സമയത്ത് അത് വരുമ്പോൾ അത് കാര്യമില്ല. അതിന്റേതായിട്ടുള്ള സമയത്തെല്ലാം
വെൽക്കമിങ് ആണ് എന്തായാലും അല്ലെ. നല്ലൊരാൾക്ക് വേണ്ടിട്ട് മാത്രം കാത്തിരിക്കണം. അതെ, നമുക്ക് നല്ലതാണോ ചീത്തയാണോ ഒന്നും പറയാൻ പറ്റില്ല. എന്താ പറയാൻ പറ്റില്ല, എല്ലാം നമ്മുടെ തലയിൽ വച്ചിരിക്കുന്ന ഒരു തലവരെയാണ്. ഇറ്റ് ഓൾ ഒരു ഡെസ്റ്റിനിയാണ് ഇതെല്ലാം. അപ്പം ഇന്ന് അത്തത്തിന്റെ ദിവസം എത്തി, കുറേ കാര്യങ്ങള് എന്താ പറയാ അറിയേണ്ടതും എന്താ പറയാ എല്ലാരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഓരോന്നും മെറീന പറഞ്ഞു കഴിഞ്ഞത്. മെറീന എന്നുള്ള വ്യക്തിയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഈ കുട്ടി ഇതാക്കുന്നവർ വേറെ നെഗറ്റീവായിട്ട് പറയും, നമ്മള് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അല്ലാത്തവർക്ക് അറിയാം ഈ കുട്ടി പറയുന്നതെല്ലാം വളരെ ജെനുവിൻ ആയിട്ടാണ്, വളരെ എന്താ പറയാ ബോൾഡായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റണം. എല്ലാവർക്കും ആ ഒരു ധൈര്യത്തോടു കൂടി വന്നിട്ട് അങ്ങനെ എല്ലാവരും ചെയ്യാൻ പറ്റട്ടെ, അതിനുള്ള നല്ലൊരു റോൾ മോഡൽ കൂടിയാണ് മെറീന. എന്തായാലും മെറീന, ഇനി അങ്ങോട്ടുള്ള ഇനിയുള്ള ഒരു ദിവസങ്ങൾ നമുക്കിതെല്ലാം മാറ്റി ഓണം എന്നുള്ള സാധനത്തിൽ വീട്ടിൽ പോയി അമ്മയുടെ കൂടെ നിന്ന് ഓണമൊക്കെ ആഘോഷിച്ച് ഓണത്തിന്റെ ഒക്കെ ശേഷം വീണ്ടും നമുക്ക് അടുത്തൊരു ഇന്റർവ്യൂയും പുതിയ മൂവിയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you so much. Thank you for taking my interview. Thank you, Merin. It's my pleasure. Thank you so much.